ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് 7 ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണശീലങ്ങളാണ്. നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലും, ഫാറ്റി ലിവർ നോർമലാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലും, കൊളസ്ട്രോളിനാണെങ്കിലും, യൂറിക് ആസിഡിനാണെന്നുണ്ടെങ്കിലും, ഷുഗർ ലെവൽ നോർമലിൽ മെയിൻറ്റെയിൻ ചെയ്യാനും, ഇതിനെല്ലാത്തിനും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഹെൽത്തി ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ തന്നെ പാകം ചെയ്യുക എന്നുള്ളതാണ്. പുറത്തുനിന്നുള്ള ഭക്ഷണം വാങ്ങുന്നതിനേക്കാളും നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് പോകുന്നത്, എത്ര ക്വാളിറ്റിയിലുള്ള ഭക്ഷണമാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നും ഫുഡ് വാങ്ങിക്കുന്ന സമയത്ത് അത് പാർസലാണെങ്കിലും അവിടെ പോയി കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഇൻഗ്രീഡിയൻസിൻ്റെ കൺട്രോൾ നമ്മളുടെ കയ്യിലല്ല. അത് എത്ര പഴക്കമുള്ള ഫുഡാണെന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഹെൽത്തി ആക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നിങ്ങൾ കുക്ക് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. കുക്കിംഗ് ഒരു സ്കില്ലാണ്. ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ നിങ്ങൾ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റായി പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെയും ടേസ്റ്റ് നിങ്ങൾക്ക് തന്നെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് മധുരമുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വല്ലപ്പോഴും ഇത് കഴിക്കാം. പക്ഷേ നിങ്ങൾ അത്തരത്തിലുള്ള മധുരം, അതൊരു ചോക്ലേറ്റ് ആണെങ്കിലും ഒരു ഐസ്ക്രീം ആണെങ്കിലും ഒരു പേസ്ട്രി ആണെന്നുണ്ടെങ്കിലും അതിൽ ആവശ്യത്തിലും കൂടുതൽ കാലറീസ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിൽ മധുരമുള്ള ഭക്ഷണം നിങ്ങൾ ഒരു ദിവസം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ സാധാരണ ഭക്ഷണത്തിലുള്ള കാലറീസ് കുറയ്ക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ചോറിൻ്റെ ക്വാണ്ടിറ്റി സാധാരണ ദിവസങ്ങളേക്കാളും 1/3 ഭാഗമെങ്കിലും കുറയ്ക്കേണ്ടി വരും. എല്ലാ ദിവസവും ഇത്തരത്തിൽ മധുരം ഉള്ള ഭക്ഷണം കഴിക്കാൻ ക്രേവിങ്സ് ഉള്ളവർക്ക് ഇതിനേക്കാളും നല്ല വഴികൾ വേറെയുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും വയറ് നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കരുത്. അത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും. നിങ്ങൾക്ക് കുറേ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വയറ് ഫുള്ളാവുന്നുള്ളത്. ആ പോയിന്റ് എത്തുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. ഇക്കിഗായ് എന്ന് പറഞ്ഞൊരു ബുക്കിൽ ജപ്പാനിലുള്ളവർ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതാണ്. അധികം ആൾക്കാരും വിചാരിക്കുന്നത് വല്ലപ്പോഴുമാണ് ഇത്രയും ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടുന്നത്, അതുകൊണ്ട് വയറ് നിറച്ച് കഴിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അത് വല്ലപ്പോഴാണെന്നുണ്ടെങ്കിലും എല്ലാ ദിവസമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വയറ് നിറച്ച് കഴിക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണ് മോശമാകുന്നത്. അടുത്ത പ്രാവശ്യം ഇതേപോലത്തെ ടേസ്റ്റി ഫുഡ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും വയറ് നിറച്ച് കഴിക്കാൻ ശ്രമിക്കും. നിങ്ങൾ എല്ലാ ദിവസവും ഒരേ അളവിൽ നിങ്ങളുടെ സ്റ്റൊമക്ക് ഫുൾ ആവുന്നതിൻ്റെ തൊട്ട് മുമ്പേ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എത്ര ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിയിൽ പോലും നിങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്ന ടിപ്പാണ്. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറയാത്തതും നിങ്ങൾക്ക് ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെയും മറ്റൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സ്പീഡാണ്. നിങ്ങൾ എത്ര സ്പീഡിൽ കഴിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾ എത്ര ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം മൗത്തിൽ ഫുഡ് എത്തിച്ചു കഴിഞ്ഞാൽ 20 പ്രാവശ്യമെങ്കിലും ചവച്ചതിന് ശേഷമാണ് അത് ഇറക്കേണ്ടത്. അപ്പോൾ സ്ലോലിയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഭക്ഷണം ആസ്വദിച്ചാണ് കഴിക്കേണ്ടത്. നമ്മൾ ഓരോ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്, കളർ എങ്ങനെയാണ്, ഇതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എന്തൊക്കെയായിരിക്കും, ഇതിനെക്കുറിച്ച് ആലോചിച്ച് മൈൻഡ്ഫുള്ളായി സ്ലോലി ഭക്ഷണം കഴിക്കുന്നതും 3 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് എണീറ്റ് പോകുന്നതും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സ്ലോലി ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഡൈജസ്റ്റ് ചെയ്യാനും ഇഫക്റ്റീവ് ആണെന്നുള്ളത് പല സ്റ്റഡീസിലും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ച് മൈൻഡ്ഫുൾ ആവണമെന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻ ഫീഡിംഗ് ആണ്. ഇതാണ് മറ്റൊരു കാര്യം അധികം ആൾക്കാർ അവോയ്ഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ അധികം ആൾക്കാരും ഭക്ഷണം കഴിക്കുന്നത് ഒരു കയ്യിൽ ഫോണും മറ്റേ കയ്യിനെ കൊണ്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. കുട്ടികൾക്ക് പോലും ഈ ശീലമാണ് അധികം ആൾക്കാരും പഠിപ്പിച്ചു കൊടുക്കുന്നത്. കുട്ടികളെ കൊണ്ട് 3 വയസ്സ് കഴിഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ ഭക്ഷണം കഴിപ്പിച്ച് തുടങ്ങുന്നതാണ് നല്ലത്. അതിന് പകരം പാരൻസ് അവർക്ക് ഫീഡ് ചെയ്യുന്നത് നല്ലതല്ല. ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ കളിക്കുകയായിരിക്കും, ചിലപ്പോൾ TV കാണുകയായിരിക്കും, ചിലപ്പോൾ മൊബൈൽ ഫോൺ കാണുകയായിരിക്കും. അപ്പോൾ 2 കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനുള്ള ട്രെയിനിങ് ആണ് ചെറുപ്പം തൊട്ടിട്ടേ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതേ ശീലമാണ് വലുതാവുന്ന സമയത്ത് അധികം ആൾക്കാരും കണ്ടിന്യൂ ചെയ്യുന്നത്. ഭക്ഷണം കാണുന്ന അതേ സമയം തന്നെ ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് മൊബൈൽ ഫോണോ TVയുടെ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ എത്രയാണ് കഴിക്കുന്നത്, എന്താണ് കഴിക്കുന്നത് എന്നതിനെക്കുറിച്ച് അധികം ആൾക്കാരും ആലോചിക്കാറില്ല. പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിൽ ഇത് ചൈൽഡ്ഹുഡ് ഒബീസിറ്റിയിലേക്കും ചെറുപ്പം തൊട്ടിട്ട് 10-15 വയസ്സാകുമ്പോഴത്തേക്കും പ്രമേഹം ഒക്കെ ഉണ്ടാവാൻ ഇതും ഒരു കാരണമാകുന്നുണ്ട്. ഡിസ്ട്രാക്ഷൻ ഫീഡിങ്ങിന് പകരം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫാമിലി മെമ്പേഴ്സിന് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഒരു വീട്ടിൽ 4 പേരാണെന്നുണ്ടെങ്കിൽ 4 പേരും 4 സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും ഈ 4 പേരും ഒരുമിച്ച് ഒരേ സമയത്തിരുന്ന് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ഫാമിലിയുടെ ഒരു ബോണ്ടിങ് ഉണ്ടാക്കാം, ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കും.
ഇതിന് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളതും പല സയൻറ്റിഫിക് സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ് നിങ്ങൾ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നത്. അധിക കുട്ടികളും അഡോളസൻസും കോളേജിൽ പഠിക്കുന്ന കുട്ടികളും ഈവൻ അഡൽട്സ് പോലും ഏതെങ്കിലും മീല് ഒരു ദിവസം സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. നിങ്ങൾ 7-8 മണിക്കൂർ കിടന്നുറങ്ങി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ലെവൽ കുറവായിരിക്കും. നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതെങ്കിൽ ഇതിനേക്കാളും നല്ല മീല് സ്കിപ്പ് ചെയ്യാൻ പറ്റിയത് ഡിന്നറാണ്. അധികം ആൾക്കാരും ഡിന്നർ കഴിക്കുന്നത് 9-10 മണിക്കായിരിക്കും. അതിന് പകരം ഡിന്നർ 5 മണി 6 മണി ആ സമയത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സൺസെറ്റിന് മുമ്പേ നിങ്ങളുടെ ഡിന്നർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിന്നർ സ്കിപ്പ് ചെയ്തതിൻ്റെ ഇഫക്റ്റും കിട്ടും, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സും കിട്ടും. നിങ്ങളുടെ ഓവറോൾ ഈറ്റിംഗ് ഹാബിറ്റ്സ് മാത്രമല്ല നിങ്ങളുടെ ഹെൽത്തും സിഗ്നിഫിക്കൻ്റ്ലി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഡിന്നർ നേരത്തെ കഴിക്കുന്നതിനെക്കുറിച്ച് ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇതിൻ്റെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ അധികം ആൾക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്ലേറ്റിൻ്റെ സൈസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ചെറിയ പ്ലേറ്റിൽ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നതും വലിയ പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം കഴിക്കുന്നതും തമ്മിൽ സൈക്കോളജിക്കലി ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചത് നമുക്ക് മതിയായി സാറ്റിസ്ഫൈഡ് ആയി, അതായത് നമ്മളുടെ വിശപ്പ് മാറ്റുന്നു എന്നുള്ളത് നമ്മളുടെ ബ്രെയിനിനെ മനസ്സിലായിപ്പിക്കാൻ ചെറിയ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്നതാണ്. നിങ്ങൾ ഭക്ഷണം കുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആരെങ്കിലും ഭക്ഷണം വിളമ്പി തരാൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം നിങ്ങൾ തന്നെ എടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. മറ്റൊരാൾക്ക് നിങ്ങളുടെ വിശപ്പ് എത്രയാണെന്നോ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് അധികം ആൾക്കാരും ഫോഴ്സ് ഫീഡിംഗ് ആണ് ചെയ്യാൻ ശ്രമിക്കാറ്. അതായത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനേക്കാളും കൂടുതൽ ഭക്ഷണം തരാനാണ് അധികം ആൾക്കാരും ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം നിങ്ങൾ തന്നെ എടുക്കുക. നിങ്ങൾക്ക് മറ്റൊരാൾ ഭക്ഷണം സെർവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരടുത്ത് വേണ്ടാന്ന് പറയാം. നോ പറയാൻ പഠിക്കുന്നതും നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഹെൽത്തി ആക്കുന്നതിൻ്റെ ഒരു സ്റ്റെപ്പ് തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ടിപ്സ് എല്ലാം സാധാരണ ഞാൻ പറഞ്ഞ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സിൻ്റെ പുറമെയാണ്. സാധാരണ ഞാൻ ഈ ചാനലിൽ പറയാറ് പ്രോസസ്ഡ് ഭക്ഷണം കഴിക്കരുത്, ബേക്കറി ഫുഡ്, പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണം കഴിക്കരുത്, ആഡഡ് ഷുഗറും ആഡഡ് സോൾട്ടും അതിൻ്റെ അളവ് കുറയ്ക്കേണ്ടതാണ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ കഴിക്കാൻ അറ്റ്ലീസ്റ്റ് 5 സെർവിങ് എങ്കിലും, അതായത് ഒരു ദിവസം 200-300 ഗ്രാം എങ്കിലും ഫ്രഷായി സാലഡ് രൂപത്തിൽ കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഓരോ തരത്തിലുള്ള ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചും ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും പ്രമേഹം മാറ്റാനോ ഫാറ്റി ലിവർ ഡിസീസ് കറക്റ്റ് ചെയ്യാനോ കൊളസ്ട്രോളിൻ്റെ ലെവൽ നോർമൽ ആക്കാനോ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള ഡയറ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ശരിയാക്കേണ്ടത് നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണ്. ഈറ്റിംഗ് ഹാബിറ്റ്സിൽ ഒരു മാറ്റം വരുത്താതെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. നിങ്ങളുടെ ഹെൽത്ത് ഇപ്പോഴുള്ള ലെവലിൽ തന്നെ നിൽക്കുമോ അല്ലെങ്കിൽ അതിൽ നിന്നും താഴേക്ക് പോകാനേ സാധ്യതയുള്ളൂ. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഹെൽത്തി ആക്കുന്നത്, എപ്പോഴാണോ നിങ്ങളുടെ ഡയറ്റ് ഹെൽത്തി ആവുന്നത്, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിട്ടുള്ള ഏത് ഈറ്റിംഗ് ഹാബിറ്റ്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയേണ്ടത് അത് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.